JD വാൻസിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട്. ഈ ഇൻ്റർവ്യൂവിൽ ഇദ്ദേഹമായിട്ട് ഈ അമേരിക്കൻ പോഡ്കാസ്റ്ററായിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വളരെ ഇതിനെ സീസ് ഫയറിനെ ഇല്ലാതാക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ചില എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസ് അതിനകത്ത് നടക്കുന്നു. ഇത്രയും സ്പെസിഫിക്കായിട്ട് അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. ഓഫ് കോഴ്സ് നേരത്തെയൊക്കെ ഇംപ്ലിസിറ്റായിട്ട് യുദ്ധത്തിനെതിരായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വളരെ സ്പെസിഫിക്കായിട്ട് ചില ആളുകൾ പണം കൊടുത്ത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ചില ക്യാമ്പയിനുകൾ നടത്തുന്നു. എനിക്കെതിരെ വ്യക്തിപരമായ ക്യാമ്പയിൻ നടത്തുന്നു. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഗോ ടു ദ ഹെൽ. ഞാൻ പറയാണ്, ഇത്രയും മാരകമായ ഭാഷയിൽ ഒരു വൈസ് പ്രസിഡന്റ് സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല, അതും ഈ വിഷയത്തിൽ. അപ്പോൾ എല്ലാ കാലവും യുദ്ധത്തിലൂടെ പോവുക, എല്ലാം യുദ്ധത്തിലൂടെ തന്നെ തീർക്കുക, അങ്ങനെ ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. കോൺഫ്ലിക്റ്റ് അല്ല, ടോക്സാണ് വേണ്ടത്. നമുക്ക് 2 ലക്ഷ്യങ്ങളാണത്. ആ 2 ലക്ഷ്യങ്ങൾ എന്താണ്? ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് നേടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതേസമയം എല്ലാം യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ പറ്റില്ല. ഹോർമുസിലൂടെ ഗ്യാസിൻ്റെയും ഓയിലിൻ്റെയും ശരിയായ സഞ്ചാരം, ചരക്കു നീക്കം നടക്കുക, അതും നമ്മുടെ ലക്ഷ്യമാണ്, അതും നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് certain elements within the foreign elements, അതാണ് ഫോറിൻ എലമെൻറ്റ്സ് എനിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നു. ഞാൻ ഖത്തറിൻ്റെ ആളാണെന്ന് പ്രചരിപ്പിക്കുന്നു. ഖത്തറിനാൽ സ്വാധീനിക്കപ്പെട്ട ആളാണ് ഞാനെന്ന് പ്രചരിപ്പിക്കുന്നു. ടക്കർ കാൾസനാണ് എൻ്റെ മാസ്റ്റർ എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു. ടക്കർ കാൾസൺ നമുക്കറിയാം, ഈ വിഷയത്തിലെടുത്തുള്ള നിലപാടുകൾ അറിയാം. അപ്പോൾ ടക്കർ കാൾസനാണ് എൻ്റെ മാസ്റ്റർ എന്ന് പ്രചരിപ്പിക്കുന്നു. ഞാൻ ഖത്തറിനാൽ സ്വാധീനിക്കപ്പെട്ടതെന്ന് പ്രചരിപ്പിക്കുന്നു. പല ആളുകളെയും, പോളിസി മേക്കേഴ്സിനെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയും ഉപയോഗിച്ചിട്ട് ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അവരോട് എനിക്ക് പറയാനുള്ളത് ഗോ ടു ഹെൽ എന്നുള്ളതാണ്. അമേരിക്കയെക്കുറിച്ച് ഞാൻ പറയുന്നു, അമേരിക്കയെ സംബന്ധിച്ചുള്ള അമേരിക്ക ഫസ്റ്റ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പോളിസി. ഇതെന്താണ് കാണിക്കുന്നത്? അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡിവൈഡഡ് ആണെന്നുള്ളത് തന്നെയാണ്, ഈ വിഷയത്തിൽ ഡിവൈഡഡ് ആണെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ അവരുടെ പൊസിഷനെയും മറികടന്ന് ഇവിടെ ബോംബ് പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ കമാൻഡ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ചോദ്യം വളരെ ഗൗരവത്തിൽ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടി, ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മിഡിൽ ഈസ്റ്റിനെയോ ഇറാനെയോ ഒന്നും ആയിരിക്കില്ല, അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ആയിരിക്കും. അതിനകത്തുള്ള ഡിവിഷനായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് ഇത് നമുക്ക് വൻ ബാധ്യതയാണ്. ഇത് ലോകത്തിന് ബാധ്യതയാണെന്ന് ലോകത്ത് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി. നമ്മൾക്ക് തന്നെ ബാധ്യതയാണ്. നമ്മൾക്കിടയിൽ ഡിവിഷൻ ഉണ്ടാക്കി നമ്മളെ പുലർത്താൻ ശ്രമിക്കുന്ന ഒരു സംഘമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് അവർ വരികയും ഇതിൽ നിന്ന് അസെപ്റ്റീവായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഈ പണിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് മാറിപ്പോരുകയും ചെയ്യാത്തിടത്തോളം കാലം ഇത് അവസാനിക്കില്ല. പക്ഷെ അങ്ങനെ അമേരിക്ക ഇസ്രായേലിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഡിപ്പാർച്ചർ അമേരിക്ക എടുക്കുകയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇസ്രായേൽ ഇല്ലാതാവുക എന്നുള്ള കൂടിയായിരിക്കും.